റെപ്രസ്ഡ് യൂണിറ്റി എന്നുള്ള ഒരു ഒരു പൊളിറ്റിക്കൽ ഐഡിയ രോഹിത്ത് ഭയങ്കരമായി പിന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തിലൂടെയും മരണത്തിലൂടെയും ഒക്കെ ട്രിഗർ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ 2015 രോഹിത്തിനെ കുറിച്ചൊക്കെ ആദ്യമായിട്ട് അറിയുന്നത്. പിന്നീട് രോഹിത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയൊക്കെ അദ്ദേഹത്തെ വായിക്കുന്നുണ്ട്. ഹൈദരാബാദിൽ നടക്കുന്ന ഡെവലപ്മെൻറ്റ്സ് ഒക്കെ അറിയുന്നുണ്ട്. അതിന് രോഹിത്തിൻ്റെ പിന്നെ മേർഡർ ഉണ്ടാകുന്ന അന്ന് പിന്നെ വളരെ ഷോക്കിംഗ് പിന്നെ SIOൻ്റെ ഓഫീസിലാണ് ഞാൻ ഉണ്ടായിരുന്നത് അന്ന്. അപ്പോൾ അവിടെ ഉള്ള ആളുകളൊക്കെ രോഹിത്തിൻ്റെ പിന്നെ പ്രവർത്തനങ്ങളൊക്കെ അറിയുന്ന ആളുകളാണ്. രോഹിത്തിനെ വ്യക്തിപരമായി അറിയുന്ന ആളുകൾ ഉണ്ട്, വായിച്ചറിയുന്ന ആളുകളുണ്ട്. ആ ആളുകൾക്ക് ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഭയങ്കരമായ ഷോക്കിങ്, എന്താണ് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ചോ ഒന്നും ആലോചിക്കാൻ കഴിയാത്ത സ്വഭാവത്തിലുള്ള ഭയങ്കരമായ ഒരു ഷോക്കിംഗ് അറ്റ്മോസ്ഫിയർ അന്ന് ഉണ്ടായത് ഓർമ്മയുണ്ട്. പിന്നീട് ഈ അപ്രസ്ഡ് യൂണിറ്റി എന്നുള്ളത് ഭയങ്കരമായി ക്യാമ്പസുകളിലേക്ക് അത് എന്ത് ചെയ്യുന്നുണ്ട്, രോഹിത് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നതോടുകൂടെ അത് വ്യാപിക്കുന്നുണ്ട്. ഇപ്പം അതിന് ശേഷം വന്ന വ്യത്യസ്ത സമരങ്ങൾ, ഹൈദരാബാദിൽ നടക്കുന്ന സമരങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന അറസ്റ്റിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിൽ നടക്കുന്ന വ്യത്യസ്തങ്ങളായിട്ട് സമരങ്ങൾ, അതിൽ പിന്നെ ആ സമയത്ത് VC ആയിരുന്ന അപ്പാറാവു ക്യാമ്പസ് വിട്ടു പോകുന്നുണ്ട്. പിന്നീട് അദ്ദേഹം തിരിച്ചു വരുന്ന സന്ദർഭത്തിലാണ് വലിയ പ്രക്ഷോഭം ക്യാമ്പസിലുണ്ടാകുന്നു. അന്ന് ആ പ്രക്ഷോഭത്തിൽ നേതൃത്വം നൽകിയെന്ന് പറഞ്ഞ സ്വഭാവത്തിൽ ഒരുപാട് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള ഇന്ന് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് ദേശീയ പ്രസിഡൻ്റൊക്കെ റമീസ് ഷാന്, മുൻസിഫ് അടക്കമുള്ള എനിക്ക് വ്യക്തിപരമായി പരിചയം ഉണ്ടായിരുന്നതും അല്ലാത്തതുമൊക്കെ ധാരാളം ആൾക്കാർ അന്ന് അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അവരെ വിട്ടയക്കാവുന്ന സ്വഭാവത്തിൽ ഇവിടെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു. ആലോചിച്ചാൽ ഇവിടുത്തെ മുസ്ലിം സംഘടനകൾ, SIO അടക്കമുള്ള മുസ്ലിം സംഘടനകൾ അത്തരം പ്രക്ഷോഭങ്ങൾ നടത്തുന്നു. കേരളത്തിലേക്ക് ആ ഒരു അപ്രസ്ഡ് യൂണിറ്റി എന്നുള്ളൊരു പൊളിറ്റിക്കൽ ഐഡിയയെ ഭയങ്കരമായി കൺവേ ചെയ്യാൻ ഈ ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ജയിലിലടക്കപ്പെടുന്നു. ഞാനൊക്കെ അന്ന് പിന്നെ 10-11 ദിവസത്തോളം ജയിലിൽ കഴിയുന്നു. ഞാൻ പറയുന്നത് ഈ ഒരു ഐഡിയ ഭയങ്കരമായി കൺവേ ചെയ്യാനും സ്പ്രെഡ് ചെയ്യാനും കേരളത്തിലെ നേരത്തെ അൻവർക്ക് പറഞ്ഞ പോലെയുള്ള ഒരു ഒരു ഭയങ്കരമായൊരു ലെഫ്റ്റ് ഡൊമിനൻ്റായ സ്പേസിൽ പോലും ഒരർത്ഥത്തിൽ പിന്നെ ചർച്ച ചെയ്യപ്പെടാനൊക്കെ ഉള്ളൊരു സന്ദർഭമായിട്ട് അത് മാറുന്നുണ്ട്. പിന്നീട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്വഭാവത്തിൽ അതിനെ വീണ്ടും ഡൊമിനൈസ് ചെയ്യുക, നേരത്തെ പറഞ്ഞ പോലെയുള്ള പിന്നെ ടെർമിനോളജികൾ ഉപയോഗിച്ച് പിന്നെ സ്വത്വവാദികൾ എന്നുള്ളതും ഭീകരവാദികൾ എന്നുള്ളതും എന്താണ് പിന്നെ ദേശവിരുദ്ധർ എന്ന സ്വഭാവത്തിലൊക്കെ ഉള്ള ടെർമിനോളജികൾ ഉപയോഗിച്ച് അതിനെ അടിച്ചമർത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഹൈദരാബാദിലേക്ക് അതിന് ശേഷം പോകാനുള്ളൊരു താല്പര്യമൊക്കെ എനിക്ക് തന്നെ വ്യക്തിപരമായിട്ടുണ്ടാകുന്നത് ഈ ഒരു വാർത്തകളിലൂടെയൊക്കെ പോവുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭത്തിലാണ്. ഹൈദരാബാദിലേക്ക് പോയതിന് ശേഷമാണ് ഹൈദരാബാദിൽ യൂണിവേഴ്സിറ്റിയിലെത്തുന്നു, പഠിക്കാൻ PGക്ക് വേണ്ടി അവിടെ എത്തുന്നു. ASIയുമായി കുറേ കൂടി അടുത്ത് ഇടപെടാനും പിന്നെ ASIയിൽ തന്നെ പ്രവർത്തിക്കാനും അന്ന് രോഹിത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾ, ബാക്കി 4 സ്കോളേഴ്സ്, അതുപോലെ തന്നെ അന്നുണ്ടായിരുന്ന SI ലീഡേഴ്സ്, അവരുമായിട്ട് വ്യക്തിപരമായിട്ട് എടുക്കാനും സംസാരിക്കാനും ഒന്നിച്ച് പ്രവർത്തിക്കാനൊക്കെ കഴിയുന്നു. SIയുടെ ഒപ്പം തന്നെ മത്സരിക്കാനും ക്യാമ്പസിൽ പിന്നെ യൂണിയൻ പ്രവർത്തനങ്ങളിലടക്കം പങ്കുകൊള്ളാനൊക്കെ കഴിയുന്നൊരു സാഹചര്യം പിന്നീട് ഹൈദരാബാദിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഒരു ഐഡിയ ഭയങ്കരമായി പിന്നെ ഒപ്രസ്ഡ് യൂണിറ്റി എന്ന് പറയുന്നത് ഒരു 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 രാഷ്ട്രീയ പ്രവർത്തനം എന്നതിനപ്പുറത്ത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി അത്തരം പിന്നെ മാർജിനുകളിൽ വരുന്ന മനുഷ്യരുടെ ജീവിതങ്ങൾ മനസ്സിലാക്കാൻ, അവരോട് ഇടപഴകാൻ, നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ തന്നെ ഒരു ലൈഫിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു ക്യാൻവാസ് തന്നെ ശരിക്കും തുറന്നു തരുന്നതിൽ ആ ഒരു മൂവ്മെൻറ്റും ആ സന്ദർഭവും ഭയങ്കരമായ വ്യക്തിപരമായി എനിക്കുണ്ടാകുന്നത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ആ സന്ദർഭത്തിൽ ആ ഒരു മൊമെൻറ്റിലൂടെ കടന്നുപോയ ഒരുപാട് ആളുകൾക്ക് ആ സ്വഭാവത്തിലുള്ള ഒരു ട്രാൻസിഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.